പണ്ടൊക്കെ ഒരു പഴഞ്ചൊല്ല് രൂപത്തിൽ പറയും, ബ്രഹ്മാസ്ത്രത്തെ തടുക്കാൻ ഒരു ഇന്ദ്രനുമാവില്ല, അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ല് ഞാൻ കേട്ടതായിട്ടത്. കറക്റ്റ് കൃത്യമായിട്ടൊരു പേര് തന്നെ നമ്മുടെ മിസൈലിന് നൽകിയിരിക്കുകയാണ്, ബ്രഹ്മോസ്. ബ്രഹ്മോസിനെ തടുക്കാൻ ഒരാൾക്കും ആവില്ലെന്ന് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ചൈനയും തുർക്കി. മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ കൊണ്ടു കഴിഞ്ഞപ്പോൾ പഠിച്ചു. ഇവർക്കൊക്കെ നമ്മൾ പറയുന്ന ഭാഷ മനസ്സിലാവുകയില്ല, കൊടുത്തു കഴിഞ്ഞാലേ മനസ്സിലാവും. ചിലർക്ക് അങ്ങനെ ചെകിട്ട തടി കിട്ടുമ്പോഴേ അവർക്ക് കാര്യം മനസ്സിലാകും. അല്ല നമ്മൾ എന്ത് അതൊരു ഉപായങ്ങൾ നോക്കിക്കഴിഞ്ഞാലും സാമം ദാനം ഭേദം ഇതുകൊണ്ടൊന്നും രക്ഷയില്ല. പാകിസ്ഥാനും അത് തന്നെയാണ് പറ്റിയത്. പിന്നെ ബ്രഹ്മനും തടുക്ക എന്നൊരു ചൊല്ലു കൂടാണ്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു എന്നൊരു ചൊല്ലു. ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ അവസാനത്തെ അത്ര, എൻ്റെ ബ്രഹ്മാസ്ത്രം ഞാൻ പ്രയോഗിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ പൂഴിക്കടകൻ അടിപോലെ. കാരണം എതിരാളിയെ നിലംപരിച്ചാകാൻ പറ്റിയ ഏറ്റവും വലിയ തന്ത്രം പൂഴിക്കടകൻ, അവൻ്റെ കണ്ണ് കാണാതാക്കുക. പക്ഷെ അതും പറഞ്ഞുകൊണ്ടാണ് ആക്കുന്നത് കേട്ടോ. ഞാൻ പൂഴിക്കടകൻ പ്രയോഗിക്കാൻ പോവുക, ഒരു വാക്ക് പറയും, കാരണം കണ്ണ് കാണാതെ പോവുക. അപ്പോൾ അത് പറയും. ആ മര്യാദ യുദ്ധത്തിൽ കാണിക്കാറുണ്ട്. അങ്ങനൊരു മര്യാദയാണ് നമ്മൾ കാണിച്ചത്. 11 ഭീകര താവളങ്ങൾ ആക്രമിച്ച് നശിപ്പിച്ച ശേഷം പറഞ്ഞു, പാകിസ്ഥാനെ നിൻ്റെ അഭിമാനം വേണമെങ്കിൽ നീ മര്യാദയ്ക്ക് മിണ്ടായിരുന്നു. ഞങ്ങൾ ഭീകര താവളങ്ങളെ ആക്രമിച്ചുള്ളൂ. നീ അടിക്കാൻ വന്നാൽ നീ നാണക്കെട്ടു. ആ നാണക്കേടാണ് ഇപ്പോൾ അനുഭവിച്ചത്. ഈ നാണക്കേട് ചൈനയ്ക്ക് കൂടി പകർന്നു. കാരണം എന്താ, അവരുടെ HQ-9 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ആണ് അവിടെ വെച്ചിരുന്നത്. പാകിസ്ഥാൻകാർ പൊട്ടന്മാർ വിചാരിച്ചത് ഈ HQ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ബ്രഹ്മനും അങ്ങോട്ട് അടുക്കത്തില്ലെന്ന്. ബ്രഹ്മോസ് അവിടേക്കാണ് ബ്രഹ്മോസ് കടന്നു എന്ന് അവനെ തകർത്ത് തരിപ്പണമാക്കി. വലിയൊരു ഷോക്ക് വേവ് കൊടുത്തുകൊണ്ടാണ്. ഇപ്പോൾ ചൈനയുടെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാതാണ് വരുന്നത്. കാലഹരണപ്പെട്ടതാണ്. അപ്ഡേറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞ ഒരു സാധനം അവർ പഴയത് ആക്രി സാധനമാണ് കൊടുത്തു വെച്ച്. ആ ആക്രി സാധനം കണ്ടുകൊണ്ട് അവർ ഇത് ബ്രഹ്മനൊന്നും ഇങ്ങോട്ട് വരത്തില്ല, ബ്രഹ്മോസും വരത്തില്ല. ബ്രഹ്മോസ് എന്ന് പറയുന്നത് തന്നെ അറിയാമല്ലോ. ബ്രഹ്മ എന്നുള്ള വാക്കും കോസ്മോസ് എന്നുള്ള റഷ്യൻ വാക്കും കൂടെ ചേർന്ന് ഇന്ത്യയും ചൈനയും കൂടി പിന്നെ രൂപവൽക്കരിച്ച് അതിൻ്റെ സീക്രട്ട് കോഡ് മുഴുവൻ ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട്. അതിൻ്റെ യന്ത്രങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഫിലിപ്പീൻസിലേക്കും ഒക്കെ കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ബ്രഹ്മോസിന് വൻ ഡിമാൻഡാണ് വരാൻ പോകുന്നത്. ചൈനയുടെ HQ വാങ്ങിക്കുന്നവർ ബുക്ക് ചെയ്തവരെല്ലാം അത് ക്യാൻസൽ ചെയ്യും. ഇതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അല്ല, നമ്മുടെ പ്രതിരോധ വകുപ്പിൽ, പ്രതിരോധ സംവിധാനത്തിൽ ഇന്ത്യ കച്ചവടം നടത്തുന്നില്ല. അതായത് പ്രതിരോധ സംവിധാനം എന്ന് പറയുമ്പോൾ നമുക്ക് ആയുധങ്ങളുടെ കച്ചവടത്തിൽ ഇന്ത്യ വൻ നിരയിലാണ്, ഏറ്റവും മുൻപന്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അമേരിക്ക മുൻപന്തിയിൽ തന്നെയാണ്. ബ്രഹ്മോസിനൊക്കെ എല്ലാ രാജ്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്, ബുക്കിംഗ് വരുന്നുണ്ട്. അതാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയോട് അത്ര വലിയ പ്രതിപത്തി പണ്ടത്തെ പോലില്ല. അവരുടെ വലിയൊരു ട്രേഡ് എനിമിയായിട്ട് ഇന്ത്യ മാറുകയാണ്. ട്രേഡ് റൈവൽ, വാണിജ്യ എതിരാളിയായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു പ്രശ്നമായിട്ട് അവർക്ക് ജിയോ പൊളിറ്റിക്സിൽ തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു ഇതും കൂടിയാണ് അവർ യുദ്ധസമയത്ത് രണ്ട് രാജ്യങ്ങളെ ഏകദേശം ഒരുപോലെ കാണാൻ ശ്രമിച്ചുകൊണ്ട് അത് നടത്തിയതെന്നും പറയപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ ഇന്ത്യയുടെ ഭാഗ്യം, അവസരങ്ങൾ ഇനി വരുന്നതേ ഉള്ളൂ, സുവർണാവസരങ്ങൾ. അമേരിക്ക തന്നെ ഇന്ത്യയിലേക്ക് വിൽക്കാമെന്ന് ഏറ്റിരിക്കുകയാണ് F-35 എന്ന് പറയുന്ന ഏറ്റവും ഫാൻറ്റം വിമാനങ്ങൾ, ഏറ്റവും പുതിയ ഫാൻറ്റം വിമാനങ്ങൾ. അതിൻ്റെ പഴയ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളെയാണ് നമ്മൾ അടിച്ച് നിരപ്പാക്കിയത്. പാകിസ്ഥാനിലിട്ട് അടിച്ച് നിരപ്പാക്കി നാണക്കെടുത്തി കളഞ്ഞു നമ്മൾ റഫേൽ ഉപയോഗിച്ചുകൊണ്ട്. അതുപോലെ തന്നെ അതെ പാകിസ്ഥാൻ്റെ 6 വിമാനങ്ങൾ നമ്മൾ തകർത്ത് തരിപ്പണമാക്കി. F ശ്രേണിയിൽപ്പെട്ടതാണ്, ഫാൻറ്റം വിമാനങ്ങളാണ്. നാണക്കേടായി പോയില്ലേ? പാകിസ്ഥാൻ എന്ന പോലെ, ഇപ്പം ചൈനയ്ക്ക് എന്ന പോലെ അമേരിക്കയ്ക്കും വലിയ നാണക്കേട് ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മുടെ ബ്രഹ്മാസ്ത്രം അവിടെ മുന്നേറിയത്. അതുപോലെ തന്നെ 110 യുദ്ധവിമാനം നമ്മളിപ്പോൾ വാങ്ങിക്കാൻ പോവുക. പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ ടെക്നോളജി നമ്മൾ പഠിക്കും, നമുക്ക് പറഞ്ഞു തരും. അതനുസരിച്ച് നമ്മൾ നിർമ്മിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ സുഖോയ് 57 എന്ന് പറയുന്ന വിമാനം മത്സരമാണ് അമേരിക്കയും റഷ്യയും തമ്മിൽ. അമേരിക്ക പറയുന്നു ഞങ്ങളുടെ F-35 തരാം, അതിന് പകരം റഷ്യ പറയുന്നു ഞങ്ങളുടെ സുഖോയ് 57E ഏറ്റവും പുതിയ ശ്രേണിയിലുള്ളത് തരാം എന്ന് മാത്രമല്ല അതിൻ്റെ സോഴ്സ് കോഡ് സഹിതം ഇതെങ്ങനെ ഇതിൻ്റെ യന്ത്രത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള സൗകര്യവും കൂടെ തരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സുഖോയ് 57E എന്നുള്ള ശ്രേണിയെ നമ്മൾ അത് വാങ്ങിക്കും. അത് വാങ്ങിച്ചു കഴിയുമ്പോൾ അമേരിക്കയ്ക്ക് ഇന്ത്യയോടുള്ള ദേഷ്യം ഇരട്ടിയാവുകയും ചെയ്യും. പക്ഷേ റഷ്യയുടെ അടുത്താണ് ഫലപ്രദമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. റഷ്യയുടെ ഒരു
വ്യോമ പ്രതിരോധ സംവിധാനമാണ് നമ്മൾ വെച്ചിരുന്നത്. അത് ഫലപ്രദമായിട്ട് അവരയച്ച മിസൈലുകളെയും അതുപോലെ തന്നെ ഡ്രോണുകളെയും നേരിടുകയും തകർത്ത് കളയുകയും ചെയ്തു. അപ്പോൾ റഷ്യയുടെ സാധനങ്ങൾ തന്നെ നമ്മൾ വാങ്ങുകയും ചെയ്തു. അങ്ങനെ ആഗോളതലത്തിൽ ഏറ്റവും വലിയ ഒരു പ്രതിരോധ ശക്തിയായും അതുപോലെ തന്നെ ഒരു പ്രതിരോധ വ്യാപാരിയായിട്ടും ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ കമ്പാരിസൺ വിത്ത് പാകിസ്ഥാൻ. എല്ലാ തലത്തിലും രാഷ്ട്രീയമായിട്ടും പ്രതിരോധപരമായിട്ടും എന്നുള്ളൊരു നിലയിലേക്ക് നമ്മൾ ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ 11ാം സ്ഥാനത്ത് കോൺഗ്രസിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ കുതിച്ചു ചാടി 5ാം സ്ഥാനത്തെത്തി. ഇതായിപ്പോൾ ജപ്പാനെയും മറികടന്ന് 4ാം സ്ഥാനത്തേക്ക് സാമ്പത്തികമായിട്ടും പോയിരിക്കുന്നു. അതുകൊണ്ട് പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് എന്തോന്ന് പാകിസ്ഥാൻ എന്നുള്ള ഒരു നിലപാടിൽ പോകേണ്ട ഒരു കാലഘട്ടമാണ്. ഈ പാകിസ്ഥാന് വേണ്ടി ഇപ്പോൾ ജയ് വിളിക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധി മാത്രമാണ്. പാകിസ്ഥാന് വേണ്ടി ഇങ്ങനെ ജയ് വിളിച്ചുകൊണ്ടും ഇന്ത്യ എന്തോ തകർന്നു എന്നുള്ള മട്ടിലൊരു കാര്യങ്ങൾ നെറേറ്റീവുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും കൺവിൻസ്ഡാണ്. ലോക രാജ്യങ്ങളെല്ലാം കൺവിൻസ്ഡാണ്. ഈവൻ പാകിസ്ഥാൻ പോലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ തകർത്തു. അവരുടെ ബ്രഹ്മോസ് വന്ന് വെളുപ്പാങ്കാലത്ത് സുബഹ് നിസ്കാരത്തിന് പോകുന്ന സമയത്താണ്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യക്ക് നേരെ നമുക്കൊന്ന് ആക്രമിച്ച് ആക്കിക്കളയാം. നമ്മൾ 9 കേന്ദ്രങ്ങൾ നമ്മൾ അടിച്ചു തകർത്ത് എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ഇങ്ങോട്ട് പറഞ്ഞു 9 ഒന്നും അല്ല, ഞങ്ങൾക്ക് അതിലും മുകളിൽ പോയിട്ടുണ്ട്. നമ്മുടെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ചാണ് നമ്മൾ 9 എന്ന് പറഞ്ഞത്. അസർബൈജാനിലെ അവിടുത്തെ ഭരണാധികാരിയുടെ അടുത്ത എന്തോ പറയാൻ ഞങ്ങൾ വെളുപ്പിനെ സുബഹ് നമസ്കാരം നമസ്കാരം ചെയ്യാൻ പോയി ആക്രമിക്കാനിരുന്ന് പയ്യന്മാർ രാവിലെ നോക്കിയപ്പോൾ ഹസീബ് മുനീർ വിളിച്ച് പറയുന്നത് ബ്രഹ്മോസ് മിസൈൽ വന്ന് കിടക്കുന്ന ചേട്ടാ, തകർത്ത് തരിപ്പണമാക്കി അവിടെ മുഴുവൻ എന്ന് പറയുന്നത്. അങ്ങനെ അപ്പോൾ പുള്ളി അദ്ദേഹം അതിനെ പരാതി പറയുകയാണ്. ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നൊക്കെ വാങ്ങിയ മിസൈലുകളും യുദ്ധോപകരണങ്ങളൊക്കെ ഇപ്പൊ പാകിസ്ഥാന് തന്നെ വിനയായിട്ടിരിക്കുകയാണ്. അവര് തന്നെ ഇപ്പൊ സമ്മതിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ നിന്ന് ഇപ്പൊ ഇനി അഥവാ നമ്മൾ ഇന്ത്യ വീണ്ടും തിരിച്ചടിച്ച് തുടങ്ങിയത് ഇവർ കൊടുത്ത് എന്ത് വിശ്വസിച്ച് പാകിസ്ഥാൻ ഇനി എടുക്കും? മാത്രമല്ല ചൈനയുടെ ഒരു പ്രതിരോധ സംവിധാനങ്ങൾക്ക് കയറ്റുമതി നിരക്കിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു, ഒരുപാട് നഷ്ടങ്ങളാണ് അവർക്കുണ്ടാകുന്നത്. പല രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഇതിൽ നിന്ന് പിന്മാറി എന്നുള്ളൊരു വാർത്തയൊക്കെ കിട്ടിയിരുന്നു. കാരണം ഇനിയിപ്പോൾ ചൈന ഒന്നാതെ ഡ്യൂപ്ലിക്കേറ്റിന്റെ വിപണിയാണെന്നാ പറയുന്നത്. അപ്പം ഇപ്പൊ നമുക്കറിയാം ഇവിടെ ചൈനയുടെ ഒരു മിസൈലൊക്കെ അതുപോലെ നമ്മൾ എടുത്ത് കൊണ്ടുവന്ന് പഠിക്കാൻ അവസരവും തന്നു. അങ്ങനെ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പരീക്ഷണമായിരുന്നു. നമുക്ക് ഈ പറഞ്ഞ ആദ്യത്തെ ഈ ചൈനയുടെ മിസൈൽ പഠിക്കാൻ നമുക്ക് ആ ടെക്നോളജി നമുക്ക് പഠിക്കാം. ഇനി അത് അവർ നിർമ്മിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നും. അപ്പോൾ റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമാണോ ചൈനയുടേതാണോ നല്ലത്? അതിൻ്റെ ഉത്തരവ് നമുക്ക് കിട്ടി. ബ്രഹ്മോസിന്റെ ശക്തി, ആകാശിന്റെ ശക്തി അത് പാകിസ്ഥാൻ അറിഞ്ഞു. അപ്പോൾ അത് നല്ലൊരു പരീക്ഷണമായിരുന്നു നമുക്ക് കിട്ടിയത്. ഇനി അടുത്ത കാലത്തെങ്ങും ഇനി ആക്രമിക്കാൻ വരികയില്ല. അറിഞ്ഞുകൊണ്ടൊരു ആക്രമണത്തിന് വരത്തില്ല. ദൈവമേ, ഇനി ഭീകരന്മാരും അങ്ങോട്ട് പോകല്ലേ എന്ന് പ്രാർത്ഥിച്ച് ഇരിക്കാൻ അവർക്ക് ഇനിയുള്ള കാലം കഴിയുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയി അതുപോലെ. കാരണം അതിൻ്റെ ഭീഷണി അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. യുദ്ധമായിട്ട് പ്രഖ്യാപിക്കുമെന്നാണ്. യുദ്ധമായിട്ടില്ല, ഇതിപ്പോൾ കണ്ടത് ഒരു ഷോറൂം മാത്രം. ഗോഡൗൺ ഇരിക്കുന്നതേ ഉള്ളൂ. അതെ.